ഹായ് ഫ്രണ്ട്സ്, എൻ്റെ അമ്മ ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോവാണ്ടോ. അതിൻ്റെ റെസിപ്പി വെച്ച് പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, 4 ഉള്ളി ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞത് എടുക്കുക. എന്നിട്ട് ഒരു ചീനച്ചട്ടിയിൽ ലേശം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം ഒന്ന് വാട്ടി കിട്ടണം. വാടിയതിന് ശേഷം ലേശം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ചിക്കന് പൊരിച്ചിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചാണ് അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കുക അടുപ്പത്ത്. എന്നിട്ട് അതിൽ ചൂടായതിൻ്റെ ശേഷം ലേശം ഓയിൽ ഒഴിക്കുക കേട്ടോ. അതിന് ശേഷം ആ ഓയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആയതിൻ്റെ ശേഷം അത് നമ്മൾ 3 കോഴിമുട്ട എടുക്കണം. ഒരു ബൗളിൽ പൊട്ടിച്ചിട്ട് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. ആ കോഴിമുട്ടയിൽ ലേശം ഉപ്പും ചേർക്കണം കേട്ടോ. ഒരു ലേശം വെള്ളം എന്തെങ്കിലും ലേശം ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കോഴിമുട്ട കൂടുതലുണ്ടെങ്കിൽ ഒഴിക്കുന്നതും അതും നല്ലത് തന്നെയാണ്. എൻ്റെ അടുത്ത് 3 എണ്ണം ഉള്ളതിന്, അപ്പോൾ ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇത് ലേശം ഒരിത്തിരി വെള്ളം കേട്ടോ, അധികം ആവാനും പറ്റില്ല. ഇനി ഈ ഓരോ ചപ്പാത്തി അതിൽ വെച്ച് കൊടുക്കണേ. ഇത് ഹാഫ് വേവിൽ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ അത് ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച തീന് കുറച്ച് ദിവസമായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇടയ്ക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കുക. പിന്നെ അതേപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ കസ്കസ്, ഇതിൽ കിസ്മിസൊക്കെ ഉണ്ടല്ലോ, അണ്ടി മുന്തിരിയൊക്കെ, അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക. കസ്കസ് ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. മുട്ടൻ്റെ വെള്ളമല്ലേ നമ്മളുണ്ടാക്കി, അതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കറിവേപ്പിലയും ചപ്പ് പുതിനൊക്കെ ലേശിച്ച് ചേർത്ത് കൊടുക്കുക. ഒക്കെ ഇട്ട് കണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. പിന്നെ ചിക്കൻ്റെ കുറച്ച് മേലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അത് സെറ്റായിക്കണം. ഇനി ലേശം കോഴിമുട്ടൻ്റെ ബാക്കി വെള്ളം ഉണ്ടാവുമല്ലോ, അത് അതിലാണ്ട് ഒഴിച്ചെടുത്താൽ മതി. കൂടുതലൊന്നും ആവരുത്, കുറച്ച് മതി. മറ്റേത് അധികം ആയാലും പുതിർന്നു പോകും. ഇനി അതൊരു നമുക്ക് അടുപ്പത്ത് ഒരു പഴയ പാനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കണേ. അത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അതിനെക്കൊണ്ട് അങ്ങനെ പറ്റുള്ളൂ. പിന്നെ കുറച്ച് കസ്കസ് വിതറി കൊടുക്കട്ടോ. വൈറ്റ് കസ്കസാണ്, അത് വിതറി കൊടുക്കുക. എന്നിട്ട് സിമ്മിലിടണം കേട്ടോ.